ഇന്ന് നമ്മൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ചില വാക്കുകൾ നമുക്കൊന്ന് പഠിക്കാം. ആദ്യമായിട്ട് സ്കൂൾ. നമ്മളിപ്പോൾ സ്കൂൾ, എൻ്റെ കുട്ടി സ്കൂൾ പഠിക്കുകയാണ്. മേരെ ബച്ച സ്കൂൾ മേ സീഖ് രഹേ ഹേ പഠിത്തേ ഹേ. മേരെ ബച്ച. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. സ്കൂൾ എന്ന് നമ്മൾ ഇംഗ്ലീഷ് വേർഡാണ് ഉപയോഗിച്ച്. ഇനി ഹിന്ദിയിൽ എങ്ങനെ പറയാത്ത നിങ്ങൾ മലയാളത്തിൽ പറയുന്ന വേർഡിനെ മലയാളത്തിൽ വിദ്യാലയ എന്നാണ്. ഹമാര വിദ്യാലയ ബഹുത് ബഡാ ഹേ. ഹമാര വിദ്യാലയ, വിദ്യാലയം എന്നതിന് വിദ്യാലയ എന്ന് പറയാറുണ്ട്. ഓക്കെ ആണോ? അപ്പോൾ വിദ്യാലയ എന്ന് പറയുന്നത് ഹിന്ദിയിൽ വിദ്യാലയം എന്ന മലയാളത്തിനോട് ചേർത്തുകൊണ്ട് പറയാം. ഓക്കെ. സ്കൂൾ എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് അധ്യാപകനാണ്. അധ്യാപക് എന്ന് പറയാറുണ്ട്. പക്ഷെ പൊതുവെ ശിക്ഷകി എന്നാണ് അതിൻ്റെ ഹിന്ദി വേർഡ് ശിക്ഷക്. ഇനിയോ നമ്മൾ സാധാരണ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ടീച്ചർ എന്നാണല്ലോ പറയാം. ടീച്ചർ എന്ന് പറയും. ഈ ഹമാര ടീച്ചർ തല അധ്യാപക ഹേ, ഹമാര അധ്യാപക്. ഗുരുജി എന്ന് സാധാരണ പറയാറുണ്ട്. നമ്മൾ മലയാളത്തിൽ വയ്ക്കുന്ന വേർഡല്ലേ ഗുരുജി. ഈ ഹമാരെ ഗുരുജി ആജായാനേ. ഇത് ഞങ്ങളുടെ ടീച്ചർ വന്നിട്ടില്ല. ഗുരുജി എന്ന് പറയുന്നത് ബഹുമാനിച്ചുകൊണ്ട് പറയുന്നൊരു പേരാണ്. അപ്പോൾ ഇതൊക്കെ മലയാളമായിട്ട് ടച്ചുള്ള വേർഡ്സാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഹിന്ദി നിങ്ങൾക്ക് എത്ര എളുപ്പമാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഓക്കെ. അപ്പോൾ ശിക്ഷകും മലയാളം തന്നെയാണ്, അതൊരു ഉപയോഗം വേറെയാണെന്ന് മാത്രം. ഓക്കെ. പിന്നെ എന്താ, വിദ്യാർത്ഥി എന്നൊക്കെ പറയുന്നത് കേൾക്കുക. പക്ഷേ ഛാത്തർ എന്ന് പറയും. ഛാത്തർ നമ്മൾ സാധാരണ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല. സ്റ്റുഡൻസ് എന്ന ഇംഗ്ലീഷ് വേർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ മതി. ആജ് ഹമാരെ സ്കൂൾ മേ ബഹുത് സ്റ്റുഡൻസ് ജ്യാദാ ഹെ. സ്റ്റുഡൻസ് ബഹുത് ജ്യാദാ ഹെ. നമ്മുടെ കുട്ടികൾ കുറച്ച് കൂടുതലാണ് എന്നിങ്ങനെ പറയാം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ അവിടെ ചോദ്യം, ഇപ്പം നമ്മൾ പഠനമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ചോദ്യം ഉത്തരം, അതിനൊരു വേർഡുണ്ട്. ചോദ്യത്തിന് പിന്നെ പൊതുവായി ഉറുദുവിലും ഹിന്ദിയിലും സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് സവാൽ. ക്യാ സവാൽ ഹേ? ആപ്സെ ഏക് സവാൽ പൂച്ച്നാ ഹേ. ആപ്സെ ഏക് സവാൽ ഹേ. നിങ്ങളൊരു ചോദ്യമുണ്ട്. സവാൽ എന്നാൽ ചോദ്യമാണ്. അത് അറബിയിൽ നിന്ന് ഉറുദുവിലേക്ക് വന്ന് ഹിന്ദിക്ക് പോയ സാധനമാണ്. കാരണം സുആൽ എന്നും ജവാബ് എന്നും പ്യൂർ അറബിയിലുള്ളതാണ്. ഞാനിതിന് ടച്ചാക്കുന്നത് നിങ്ങൾക്ക് ഈ ഭാഷകളൊക്കെയും ലോകോത്തര ഭാഷകളാണ്, ഒന്നിച്ച് പഠിച്ചു പോകാൻ പറ്റും. അതുകൊണ്ടാണ്. ഓക്കെ ആണോ? അപ്പോൾ സവാൽ, ക്യാ സവാലേ ആപ്കോ? എന്താ നിങ്ങൾ ചോദ്യം? ഇപ്പോൾ സവാൽ എന്ന് പറയാം, ജവാബ് എന്ന് പറയാം. ഓക്കെ. ജവാബ് എന്നാൽ ഉത്തരം എന്നാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇപ്പം അപ്പം ഇനി അതുപോലെ തന്നെ ബുക്കിന് എന്താണ് ഹിന്ദി പറയുക? പുസ്തക്. ഈ പുസ്തക് എന്ന് പറയും. ഇനി കിതാബ് എന്ന് പറയും. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ രണ്ട് വേർഡിലും രണ്ട് ഭാഷയിലുള്ളത് കൂടിയാണ്. ഈ കിതാബ്, അവിടെ നിങ്ങൾ കിതാബ് പറയുമ്പോൾ അത് എന്താക്കണം? അത് ഹിന്ദി പിന്നെ ഒരു സ്ത്രീലിംഗ വേർഡാണ്. ഈ മേരി കിതാബ് ഹേ എന്ന് പറയണം. ഈ മേരി കിതാബ് ഹേ, ഇത് എൻ്റെ കിതാബാണ്, പുസ്തകമാണ്. അപ്പം കിതാബ് എന്നും പറയാം, പുസ്തക് എന്നും പറയാം. പുസ്തകം എന്ന സ്റ്റൈല് ഹിന്ദിയിലില്ല, പക്ഷെ മലയാളത്തിന് യോജിക്കുന്നത് അങ്ങനെ പുസ്തക് എന്ന് പറയും. പെണ്ണിന് എന്താ പറയുക? ഗലം എന്ന് പറയും. കലം എന്നാണ് പറയുക. ഉറുദുവിലും അറബിയിലൊക്കെ പറയും ഗലം എന്ന് പറയും. ഇപ്പം കലം എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ വേർഡ്സുകളുണ്ട്. ഓക്കെ. ആജ് കി ഹമാര ഈ സീറ്റിനെന്താ ഒരു കുർസി എന്ന് പറയും. കുർസി. മേശക്ക് മാസ് എന്നൊക്കെ മേശക്ക് പറയും. ഓക്കെ. ഇതൊക്കെ നിങ്ങളുടെ സംസാര ഭാഷയിൽ കൊണ്ടുവന്ന് നന്നായി പരിശീലിക്കുവാൻ ഹിന്ദി യൂണിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കും. ധന്യവാദ്. ബഹുത് ശുക്രിയ.